friends, welcome to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അനന്തുന് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വാച്ചിന്റെ റിവ്യൂ ആണ്. അപ്പം റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് അങ്ങനെ വലിയായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഈ വാച്ച് അനന്ത് കുറേ നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആമസോണിൽ കയറും, പ്രൊഡക്റ്റിന് വില കുറഞ്ഞൊന്ന് നോക്കും, എന്നിട്ട് ചിലപ്പോൾ അത് ആഡ് ടു കാർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ അത് സേഫ് ഫോർ ലേറ്റർ ആക്കിയിടും. അങ്ങനെ ഞാനിത് കുറേ നാളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നു എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കണം. പിന്നെ കുറച്ച് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് നമ്മളിത് എപ്പോഴും സ്കിപ്പ് ചെയ്യും. എന്തായാലും ഈ ആനിവേഴ്സറിക്ക് ഞാനത് വാങ്ങി. ഞാനത് EMIക്കാണ് വാങ്ങിയത്. അപ്പം അതിൻ്റെ EMI റേറ്റ് ആണെങ്കിൽ നോ കോസ്റ്റ് EMIയിലൊക്കെ നമുക്കത് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ വാച്ച് സൂപ്പറാണ്. എനിക്കത് പക്കായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ സൈസിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു വാച്ചാണ്. വളരെ കോമ്പാക്റ്റ് ആണ്. ഇതാണ് വാച്ച്, കാണുന്നുണ്ടോ എന്നറിയില്ല. നമ്മളെന്തായാലും പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം വാച്ച് ഫുൾ ബ്ലാക്ക് ആണ്. അത് കാരണം കൊണ്ടൊരു സെൽഫ് കളേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഡയൽ, കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അനന്തൂനും ഒരുപാട് കളർഫുൾ ആയിട്ടുള്ളതിനേക്കാളും എപ്പോഴും ഒരു സെൽഫ് കളർ ബ്ലാക്ക്, അതാണ് അനന്തൂൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ. വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് ചേരുന്ന ഒരു സ്റ്റൈലാണ് ഈ വാച്ചിനുള്ളത്. പിന്നെ ഇത് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി ഇത് 45.4 ആണ് ഇതിൻ്റെ ഒരു ഡയലിൻ്റെ ഡയമീറ്റർ. പക്ഷെ എനിക്കിത് ഭയങ്കര വലിപ്പമായിട്ട് ഇവൻ എൻ്റെ കൈക്ക് കൂടി ഇത് മാച്ചാണ്. എൻ്റെ കൈക്ക് ഒട്ടും വണ്ണമില്ല. എൻ്റെ കൈ കണ്ടിട്ട് ഈ വാച്ച് അയ്യോ ഇത് ഭയങ്കര വലുതാണല്ലോ നോക്കിയിട്ട് കാര്യമില്ല. നോർമലി ഒരാൾക്ക് ഇത് ഭയങ്കര ചെറുതായിരിക്കും. മീഡിയം അല്ലെങ്കിൽ ഒരു ആവറേജ് വലിപ്പമുള്ളൊരു ഡയലാണ്, വലിയ വലിപ്പമില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ ഭയങ്കര തിന്നാണ്. gshockന്റെ വൺ ഓഫ് ദ തിന്നസ്റ്റ് വേർഷൻ ആണ്, അല്ലെങ്കിൽ തിന്നസ്റ്റ് മോഡലാണ് ഈ വാച്ച്. ഇത് അനലോഗും ഡിജിറ്റലും കൂടി ഒരുമിച്ച് വരുന്ന വാച്ചാണ്. അത് മാത്രമല്ല ഇത് 200 മീറ്റർ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. എനിക്ക് എന്തായാലും സ്വിം ചെയ്യാനൊന്നും പോകാനൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് അത് വലിയൊരു പ്രോബ്ലം. എന്നാലും ഒന്ന് നനയ്ക്കോ അങ്ങനെയൊന്നും ചെയ്താൽ ഇതിനൊന്നും പറ്റത്തില്ല. അതാണ് ബേസിക്കലി പറയുന്നത്. മീൻസ് ഭയങ്കര ഈവൻ ഷോക്ക് പ്രൂഫ് ആണ്. ചെറിയൊരു ഇടി കിട്ടിയാലോ അല്ലെങ്കിൽ അങ്ങനത്തെ. ആൻഡ് gshockന്റെ ബ്രാൻഡ് തന്നെ അതിന് വേണ്ടിയുള്ളതാണ്. നല്ല ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വാച്ചുകളാണ് gshock വാച്ചുകൾ. അപ്പം അതിന്റെ ഒരു ഗുണം ഇതിനെന്തായാലും ഉണ്ടാകും. 10,000 ബിലോ 10,000 നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല ബൈ ആണിത്. ഒരുപാട് ഷോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ കണ്ടിട്ടുണ്ടാവില്ല gshockന്. അങ്ങനെയാണല്ലോ gshock എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ബ്രാൻഡായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും. നമ്മൾ ഒരിക്കൽ വാങ്ങിയത് ഒരു കുറേ വർഷത്തേക്ക് അതിനൊന്നും പറ്റത്തില്ല. പിന്നെ ഇത് സെൽഫ് കളർ ആയതുകൊണ്ട് തന്നെ ഇത് രാത്രിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത പോലത്തെ ഒരു ഇത് വരാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ടെക്നോളജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിയോ ബ്രൈറ്റ് ലൂമിനൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീഡിലിന് ലൈറ്റ് അബ്സോർബ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു സംഭവമാണ് ഇതിൻ്റെ നീഡിലുള്ളത്. പക്ഷേ എനിക്ക് അതിലൊരു ചെറിയ ഡ്രോബാക്ക്, എനിക്കറിയില്ല അതിന് എത്രത്തോളം റേഞ്ച് കിട്ടും എന്നുള്ളതല്ലേ. ഇത് പെട്ടെന്ന് തന്നെ ഡള്ളായി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഫ്ലാഷ് അടിച്ച് കുറച്ചൊരു 2-3 മിനിറ്റ് ഫ്ലാഷ് അടിച്ച് അങ്ങനെ അതിനൊരു ബ്രൈറ്റ്നെസ് കൊടുത്തു കഴിയുമ്പോൾ ഇത് നൈറ്റൊക്കെ നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങി നിൽക്കും. പക്ഷേ അധികം നേരമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റ് തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ടും കിട്ടുന്നുള്ളൂ. അപ്പം ഈവൻ ഈ ഒരു സ്പേസിൽ ഇപ്പോൾ ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് പോലും ഇത് അത്രയ്ക്ക് അബ്സോർബ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ആ ഒരു ബ്രൈറ്റ്നെസ് ഇതിന് അത്രയും ഫീൽ ചെയ്യുന്നില്ല. ലൈറ്റ് ആണെങ്കിലും വലിയ ഒരു ഹെവി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ പെട്ടെന്ന് കഴിയും, ഒരു 3 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാൻ പറ്റാനായിട്ടാണ് ആ ലൈറ്റ്, അതിന്റെ ആ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു 3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ടൈം നോക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ഡയല് പണ്ടത്തെ ഒക്ടാ ഡയലില്ലേ, പണ്ടത്തെ gshockന്റെ ആ ഒരു ഡയലിനെ എന്താ പറയുക ഇൻസ്പയർ ആയിട്ടാണ് അവർ അതിനകത്തുനിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഡയലിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ. അത് ഇതിന് നന്നായിട്ടത് മാച്ച് ചെയ്യുന്നുണ്ട്. ഡാറ്റയൊക്കെ കുത്തിയിരുന്ന് കാണാപ്പാടം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നല്ല കേട്ടോ, ഞാൻ പ്രോഡക്റ്റ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാം, നമുക്ക് ഇതിൽ ഒരുപാട് ടൈം സോൺസ് ഉണ്ട്. നമുക്കിപ്പോൾ ടൈം സോൺ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം സോൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് കൊൽക്കത്ത ഡൽഹിയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിംഗ് അല്ലാതെ തന്നെ വേറെ പല അത് വേൾഡ് ടൈമിംഗ് ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് നമ്മുടെ ടൈമിനോടൊപ്പം തന്നെ വേൾഡ് ടൈമിംഗ് ഏതെങ്കിലും വേറൊരു ടൈം സോണുള്ള ഇതും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കാണാനൊക്കെ പറ്റും. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല ഫീച്ചറാണ്. നമുക്ക് നമ്മുടെ സമയത്ത് ഒപ്പം തന്നെ നമുക്കിപ്പോൾ അമേരിക്കയിൽ എന്താണ് ടൈം എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ 2 ടൈം സോൺ സെറ്റ് ചെയ്ത് വെച്ച് കാണാനൊക്കെ പറ്റും. ഡിഫോൾട്ടായിട്ട് അതല്ല, നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സെറ്റിംഗ് കുറച്ച് അതിനകത്ത് കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക്
ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മളിതങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള വാച്ചൊന്നും അല്ലല്ലോ. അപ്പോൾ ഏതായാലും അതിനുള്ള ട്യൂട്ടോറിയൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ടൈമെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ സംഭവങ്ങളൊക്കെ വാച്ച് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ്. എൻ്റെ അതൊന്നും ഫസ്റ്റ് ഒരു ലേണിംഗ് കർവ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മലയാളം വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ടൈം സെറ്റ് ചെയ്യുന്നതിൻ്റെ. ഞാനൊരു ഇംഗ്ലീഷ് യൂട്യൂബ് വീഡിയോ ആണ് കണ്ടത്. എന്തായാലും അനന്തുവിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. എനിവേ സംഭവം ഭയങ്കര ലേണിംഗ് കർവ് ഒന്നുമില്ല. ഒരു ചെറിയ ആദ്യത്തെ നമ്മൾ ഇതിന് മുന്നേ gshock വാച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു പ്രശ്നം തോന്നത്തില്ല. നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന്റെ നോബ് കറക്കിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അല്ല. കുറെ കൂടി സ്വിച്ചിൽ തന്നെയാണ് എല്ലാ സംഭവങ്ങളും. ബാക്കി വാച്ച് തന്നെ സെറ്റ് ചെയ്തോളും. എനിവേ ഇത് ഞങ്ങൾക്കൊരു ബെസ്റ്റ് ബൈ ആയിട്ടാണ് തോന്നിയത്. അനന്തുവിനും ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാപ്പി അല്ലേ. ഇനി എന്തായാലും ഇതിൻ്റെ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നമ്മൾ നല്ല ഇതാണ്. എൻ്റെ gshock പൊതുവെ അങ്ങനെ ആരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്തൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് കുറേ വർഷത്തേക്ക് നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഏതായാലും ഈ പ്രസന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഇതിന്റെ ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആൻഡ് ഓൾസോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.